വെൽക്കം ടു ലേഡീസ് ഹൗസ്. അപ്പോൾ ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്, ബ്രെഡ് പോക്കറ്റ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് മുൻപായിട്ട് ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. എങ്കിലേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ ചിക്കൻ വേവിച്ചെടുത്തിട്ടുള്ളതാണിത്. ഉപ്പും കുരുമുളക് പൊടിയും സോയ സോസും കൂടി ഇട്ടിട്ട് വേവിച്ചിട്ടുള്ള ചിക്കനാണിത്. 1 കപ്പ് ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ സവാള 2 മീഡിയം സൈസുള്ള ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചി 1 ടീസ്പൂൺ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി 2 ടീസ്പൂൺ ചെറുതായി കട്ട് ചെയ്ത് വെച്ചത്. പിന്നെ അതുപോലെ ഞാൻ എടുത്തിരിക്കുന്ന ക്യാരറ്റ്, ഒരു വലിയ ക്യാരറ്റാണിത്, നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് പച്ചമുളക് ഞാൻ 2 ചെറിയ സൈസിലുള്ള 2 പച്ചമുളകാണ് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. 2 ഞാൻ എടുത്തിട്ടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കനിൽ ഓൾറെഡി നല്ലോണം കുരുമുളക് പൊടി ഇട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ആയതുകൊണ്ട് നല്ലോണം എരിവുണ്ടാവും അതിനകത്ത് തന്നെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പച്ചമുളകിൻ്റെ എണ്ണം ഇവിടെ കുറച്ചിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടണം, എരിവ് കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ എണ്ണം കൂട്ടി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ടൊരു പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കാം. അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഓയിൽ നന്നായി ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിനകത്തേക്ക് സവാള ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് 2 മീഡിയം സൈസ് സവാള നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതിട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നന്നായി വഴറ്റി വരുന്ന ആ ഒരു ടൈമിൽ നമുക്ക് പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചി ഇത്രയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതുകൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതൊന്ന് വഴറ്റി വരുന്ന സമയത്താണ് നമ്മൾ ഇതിനകത്തേക്ക് ഇനി ക്യാരറ്റ് ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിനകത്തേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു വലിയ സൈസ് ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് എത്ര ക്യാരറ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുന്നു അത്രയും ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. അതിന് ഇങ്ങനെ പ്രത്യേകിച്ച് ഒരു അളവൊന്നുമില്ല. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ക്യാപ്സിക്കം ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടെ ഈ ഒരു ടൈമിൽ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിപ്പോൾ ഞാൻ നീളത്തിലാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഇനി ചെറുതായി കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇതും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. 2-3 ടേബിൾ സ്പൂൺ മാത്രം ടൊമാറ്റോ സോസിൻ്റെ ആവശ്യമേ ഇതിനകത്തേക്ക് ഉള്ളൂ. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ സോയാ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. സോയ സോസ് ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ ഇതിനകത്ത് അത്യാവശ്യം ഉപ്പ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിനി ഇതിനകത്തേക്ക് ഉപ്പിടുമ്പോൾ ശ്രദ്ധിച്ച് വേണം ഉപ്പിടാനായിട്ട്. കാരണം ഓൾറെഡി ഉപ്പും സോയ സോസും കൂടി ഇട്ടിട്ടാണ് നമ്മൾ ചിക്കനും വേവിച്ചിട്ടുള്ളത്. അത് ഓർത്തിട്ട് വേണം നമ്മൾ ഇതിനകത്തേക്ക് ഉപ്പിട്ട് കൊടുക്കാൻ. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഇച്ചിരി ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂണോളം ഒറിഗാനോ ആണ് ഇട്ട് കൊടുക്കുന്നത്. അതപ്പോൾ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇതുകൂടെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്മെല്ല് വരും, നല്ലൊരു ടേസ്റ്റ് കൂടെ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഒറിഗാനോ ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ വേവിച്ച് പൊടിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ അതുകൂടെ ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ചിക്കനും കൂടി ചേർത്തിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചിക്കൻ ഇതിന് കിടന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കിട്ടണം. അപ്പോൾ അതുവരെ നമ്മൾ ഇളക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇനി ഇറ്റാലിയൻ സീസണിങ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ ഒരു ബ്രെഡ് പോക്കറ്റിന്. അപ്പോൾ എൻ്റെ കയ്യിൽ ഒറിഗാനോ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഇട്ട് കൊടുത്താൽ ഇട്ടില്ലാന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് മല്ലിയിലയാണ്. അപ്പോൾ ഞാൻ കുറച്ച് മല്ലിയില ഇവിടെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളിട്ട് നമ്മൾ വഴറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര മതി. ഈ ഒരു ടൈമിൽ നമുക്കിനി ഇതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിനകത്തേക്ക് മാറ്റാം. ഇനി ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്യാനുള്ളത് മയോണൈസാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു പാത്രത്തിനകത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാനിപ്പോൾ 1 ടീസ്പൂൺ മയോണൈസ്, 1 ടേബിൾ സ്പൂൺ മയോണൈസ് എടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് മിക്സ് ആവുന്ന രീതിയിലുള്ള മയോണൈസ്, അത്രയും മയോണൈസിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ അത് എത്രത്തോളം വേണോ അതിനനുസരിച്ച് എടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഞാനിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എങ്ങനെയാണ് നിങ്ങൾക്ക് ഇനി മയോണൈസ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊരു സൈഡിൽ മാറ്റി വെക്കാം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ബ്രെഡ് കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ അതിനായിട്ട് 2 ഒരുപോലെ ബ്രെഡ് പിടിച്ചിട്ട് ഇതുപോലെ ഒരു കുപ്പിയുടെ മൂടിയോ എന്തെങ്കിലും ഒരു അടപ്പോ ഗ്ലാസ്സോ എന്തെങ്കിലും എടുത്തിട്ട് ഷേപ്പ് ഏത് വേണമെങ്കിലും ആക്കാം. അത് വെച്ചിട്ട് 2 ബ്രെഡ് ഒപ്പം വെച്ചതിന് ശേഷം കൈ വെച്ചൊന്ന് അമർത്തി കൊടുക്കാം. ഈ സാധനം വെച്ചിട്ട് ജസ്റ്റ് ഒപ്പം തന്നെ അമർത്തിയിട്ട് ബാക്കി വരുന്ന ഭാഗങ്ങളൊക്കെ നമ്മളിങ്ങ് കട്ട് ചെയ്ത് മാറ്റണം. ഇതൊരു കട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ കട്ടർ വെച്ച് ചെയ്താലും മതി കേട്ടോ. ഇതിപ്പോൾ നല്ല എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി. ഓക്കെ, ഈ ഭാഗം നമുക്ക് വേണമെങ്കിൽ ഇനി ബ്രെഡ് ക്രംസ് ഒക്കെ ഉണ്ടാക്കാം കേട്ടോ. ഈ ഒരു ഭാഗം കണ്ടോ, അതെ ഇതുപോലെ വേണം കിട്ടാനായിട്ട് കേട്ടോ.
അപ്പോൾ ഇതുപോലെ നമുക്ക് ബ്രെഡ് എല്ലാം ചെയ്തെടുക്കാം. 2 ബ്രെഡ് ഒപ്പം വെക്കാം. അതിനുശേഷം ഇതുപോലെ ഒരു കട്ടർ യൂസ് ചെയ്തിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കി വരുന്ന ഭാഗമൊക്കെ ഒന്ന് അങ്ങോട്ട് കൈവച്ചൊന്ന് പൊക്കി കൊടുത്താൽ മതി. അപ്പോൾ എല്ലാം അങ്ങ് നന്നായിട്ട് കട്ടായിട്ട് കിട്ടും കേട്ടോ. ബാക്കി വന്ന ബ്രെഡിൻ്റെ ബാക്കി വരുന്ന ഭാഗമൊക്കെ നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാം. ഈ ഒരു ഭാഗം അത് കണ്ടില്ലേ, നല്ല സൈസിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് അതുപോലെ എല്ലാ ബ്രെഡും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ബാക്കി വന്ന ബ്രെഡ് കൊണ്ട് ബ്രെഡ് ക്രംസ് ആക്കിയിട്ടുണ്ട്. മുട്ട ഒരെണ്ണം അടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ മുട്ടയിൽ ആദ്യം ഒന്ന് മുക്കുക. അതിനുശേഷം ഈ ബ്രെഡ് ക്രംസിൽ നമുക്ക് മുക്കിയെടുക്കാം. നമ്മൾ ഈ കട്ട്ലറ്റിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് മുക്കിയെടുക്കാം. അതുപോലെ നമുക്ക് എല്ലാ ബ്രെഡും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 3 എണ്ണമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ 3 എണ്ണം നമുക്ക് റെഡിയാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 ബ്രെഡും ഞാൻ ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ബ്രെഡ് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമ്മളിത് അപ്പുറവും ഇപ്പുറവും ഒക്കെ തിരിച്ചിട്ട് കൊടുത്തിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. ഇപ്പം നമ്മുടെ ഈ ബ്രെഡ് നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു ടൈമിൽ നമുക്ക് ഇതങ്ങ് എടുത്തു മാറ്റാം. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ബ്രെഡും നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് ഗോൾഡൻ കളർ ആവുന്ന വരെ ആക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ കയ്യിൽ എത്ര ബ്രെഡ് ഉണ്ടോ അത്രയും ബ്രെഡും നമുക്കിതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുള്ളത് 3 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് 3 ബ്രെഡും നമുക്കിതുപോലെ പൊരിച്ചെടുക്കാം. ഇപ്പം ഞാനിവിടെ 3 ബ്രെഡും പൊരിച്ച് എടുത്തിട്ടുണ്ട്. നമുക്കിനിത് കട്ട് ചെയ്തെടുക്കാം. പോക്കറ്റ് റെഡിയാക്കാം. ഇതുപോലെ എല്ലാ ബ്രെഡും നമുക്ക് സിസർ വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്തിട്ട് നമ്മളതൊന്ന് തുറന്നു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ കറക്റ്റ് പോക്കറ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാനിവിടെ 3 ബ്രെഡും അതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളതിന് ശേഷം ഈ ഓരോ ബ്രെഡിൻ്റെ ഉള്ളിലോട്ട് ഈ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിക്സ് അങ്ങ് നിറച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ ബ്രെഡും അങ്ങനെ നിറച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് പോക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് ഈ ഒരു ബ്രെഡ് പോക്കറ്റിന്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.